ഹായ്, വെൽക്കം ടു ICS ഇന്ത്യ ഒഫീഷ്യൽ ചാനൽ. നമ്മൾക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള വാക്കാണ് AI എന്നത്, അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത്. AI എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. AI എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജിയിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ 1900 കാലഘട്ടങ്ങളിൽ തന്നെ തുടങ്ങിയതാണ്. ഇതിൻ്റെ ബാക്ക് എൻഡ് പ്രവർത്തനങ്ങൾ ആ 1900 കാലഘട്ടങ്ങളിൽ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ 2020 അല്ലെങ്കിൽ 2018 കാലഘട്ടത്തോടു കൂടിയിട്ട് നമ്മുടെ ഫ്രണ്ട് എൻഡിലോട്ട് വന്നിട്ടുള്ളത്, ആൾക്കാർക്ക് പരിചയമായി തുടങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും AIയുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ലൈഫിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെറ്റ്വർക്കിംഗ് മേഖലയെ ഈ AIയുടെ കടന്നുവരവോട് കൂടിയിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. നമ്മൾ പത്രങ്ങളിലൊക്കെ നിരവധി വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് IT കമ്പനികൾ അവരുടെ ജോലിക്കാരെ പിരിച്ചുവിട്ടിട്ടുള്ള കാര്യം. ഈ AIയുടെ വരവോട് കൂടിയിട്ട് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോൾ അടുത്തിടെ ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന IT സ്ഥാപനങ്ങൾ ഒരുപാട് കമ്പനിയിലെ എംപ്ലോയീസിനെ ഈ ഒരു AIയുടെ കടന്നുവരവോട് കൂടിയിട്ട് പുറത്താക്കി എന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ AIയുടെ കടന്നുവരവ് ഒരുപാട് ജോലിയുള്ള ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ്. നമ്മുടെ നെറ്റ്വർക്കിംഗ് മേഖലയെ ഈ AIയുടെ കടന്നുവരവ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഏതൊരു തൊഴിൽ മേഖല എടുത്തു കഴിഞ്ഞാലും എല്ലാ തൊഴിൽ മേഖലകളിലും ഇപ്പോൾ AIയുടെ കടന്നുവരവ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മളിനി അറിയേണ്ട ഒരു കാര്യം, നമ്മൾ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ ഈ AIയുടെ സാങ്കേതിക വിദ്യ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരാൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ AI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുക, ആ ഡിസൈൻ ചെയ്ത് നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യുക, നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിൻ്റെ സഹായമില്ലാതെ, നെറ്റ്വർക്കിനെ കുറിച്ചൊരു പരിജ്ഞാനവും ഇല്ലാത്ത ഒരാൾക്ക് AI ഉപയോഗിച്ചിട്ട് പൂർണ്ണമായിട്ടും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനെന്ത് തന്നെ ആയാലും ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ AI യൂസ് ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് അദ്ദേഹത്തിന് ഈസി ആയിട്ട് ഒരുപാട് പണ്ടത്തെ അത്രയും ഡിഫിക്കൽട്ടി ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ നെറ്റ്വർക്കിംഗ് എഞ്ചിനീയറിംഗ് മേഖലയിൽ എവിടെയൊക്കെയാണ് AI ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിൽ ആദ്യത്തെ പോയിൻ്റാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യുക, അതേപോലെ നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള AI ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്ക്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഫങ്ഷൻ വെർച്വലൈസേഷൻ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് AI പവേർഡ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ റിയൽ ടൈമായിട്ട് ഇവർ മോണിറ്റർ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ചേഞ്ചസ്, നമ്മുടെ നെറ്റ്വർക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുത്തി നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിന് എപ്പോഴും സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് ആൻഡ് സെൽഫ് ഹീലിംഗ് ഓഫ് നെറ്റ്വർക്കിംഗ് ആണ്. ഈ AIയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൾക്കായിട്ടുള്ള ഡാറ്റ ലോഡുകളെ ഒരുമിച്ച് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഈ ഡാറ്റകളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ നെറ്റ്വർക്കിൽ വരാൻ സാധ്യതയുള്ള ട്രബിളുകളൊക്കെ ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് മുൻകൂട്ടി നമ്മൾ അറിയിക്കാൻ ഈ AIയുടെ പല ടൂളുകളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി കൊടുക്കുക എന്നതാണ്. നമ്മുടെ നെറ്റ്വർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്നുള്ളത്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡിവൈസുകളൊക്കെ നമ്മൾ നെറ്റ്വർക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഈ ഡിവൈസുകളിലൊക്കെ AIയുടെ ഫീച്ചർ ഉണ്ടെങ്കിൽ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ട്രബിളുകളും കാര്യങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുകയും നെറ്റ്വർക്ക് എഞ്ചിനീയറിന് അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാനായിട്ട് AI ഉപയോഗിക്കുന്ന പല ഡിവൈസുകൾക്കും സാധിക്കും. ഉദാഹരണമായിട്ട് ഫിഷിംഗ് അല്ലെങ്കിൽ ഡിനൈൽ ഓഫ് സർവീസ്, ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട്
നമ്മുടെ നെറ്റ്വർക്ക് എഞ്ചിനീയറിനെ ഇത് മുൻകൂട്ടി അറിയിക്കാൻ നമുക്ക് ഇത്തരം ടൂളുകളിൽ AI വന്നിട്ടുള്ള ടൂളുകളാണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷനാണ്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ടൂളുകൾ നമ്മുടെ നെറ്റ്വർക്കിലെ ട്രാഫിക്കിനെ, അതേപോലെ അതിൻ്റെ പാറ്റേൺ അനലൈസ് ചെയ്യുക, അതേപോലെ നെറ്റ്വർക്കിൻ്റെ ബാൻഡ് വിത്ത് അനലൈസ് ചെയ്യുക, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ നെറ്റ്വർക്കിന് എന്തെങ്കിലും ട്രബിൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഡിറ്റക്റ്റ് ചെയ്യും. അങ്ങനെ മുൻകൂട്ടി ഡിറ്റക്റ്റ് ചെയ്ത് നമുക്ക് അത് തരുന്നത് മൂലം നെറ്റ്വർക്ക് അൺയൂസബിൾ ആവുക, മുഴുവനായിട്ട് നെറ്റ്വർക്ക് ബ്ലോക്ക് ആവുന്നതിന് മുന്നേ തന്നെ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിനെ ആ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന തകരാറുകൾ മുൻകൂട്ടി അറിയാൻ സാധിക്കും. അപ്പോൾ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിനെ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ശരിക്കും നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ബെറ്റർ പെർഫോമൻസ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകളും ടൂളുകളും ഡിവൈസുകളൊക്കെ AI കൂടിയിട്ടുള്ള ടൂളുകളും ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ തീർച്ചയായിട്ടും AI കുറിച്ച് അറിഞ്ഞിരിക്കണം. അവൻ്റെ വർക്ക് മേഖലയിൽ എവിടെയൊക്കെ നമുക്ക് AI യൂസ് ചെയ്യാം എന്നുള്ള ഒരു നോളജ് അവനുണ്ടായിരിക്കണം. അത് ഏതൊരു വർക്ക് മേഖലയായാലും, ഇപ്പോൾ എല്ലാ മേഖലകളിലും AI ഉള്ളത് കൊണ്ട് ഏത് മേഖല വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും അവരുടെ വർക്ക് മേഖലയിൽ എന്താണ് AI ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള നോളജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ്വർക്ക് എഞ്ചിനീയർ പഠിക്കണം, അതേപോലെ AI കുറിച്ചൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ICS ഇന്ത്യയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണാം.